ഹലോ നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് തൃശ്ശൂർ സ്റ്റൈലിലൊരു ചെമ്മീൻ കറി തയ്യാറാക്കിയാലോ. ഇപ്പോൾ ഇതെൻ്റെ അമ്മയുടെ റെസിപ്പിയാണ് കേട്ടോ. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും, വഴറ്റലൊന്നുമില്ല. ടേസ്റ്റ് ആണെങ്കിലോ ഒരു രക്ഷയില്ല കേട്ടോ. നല്ല ആവി വറക്കുന്ന കുത്തരിച്ചോറിൻ്റെ കൂടെ ഇതൊരു പിടി പിടിച്ചാൽ ബാക്കി ഞാനൊന്നും പറയുന്നില്ല, നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് പറയൂ കേട്ടോ. പിന്നെ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ വിലയേറിയ ലൈക്ക് തന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. നമ്മളിവിടെ 500 ഗ്രാം ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. ഇത് തൊണ്ടെല്ലാം കളഞ്ഞ് ഉപ്പും വിനിഗറും ചേർത്ത് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. നമുക്കിതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 10-12 ചെറിയുള്ളി, 2 പച്ചമുളക്, മീഡിയം സൈസ് വലിപ്പത്തിൽ ഒരു കഷ്ണം ഇഞ്ചി, കറിവേപ്പില, ഇത്രയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. പിന്നെ കുടംപുളിയാണ് ചേർക്കുന്നത്. 2 വലിയ കഷ്ണം കുടംപുളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വെള്ളത്തിലൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ പുളി നല്ല സോഫ്റ്റാവും, പെട്ടെന്ന് പുളി ഇറങ്ങുകയും ചെയ്യും. പിന്നെ വേണ്ടത് തേങ്ങാപ്പാലാണ്. 1/2 മുറി തേങ്ങ ചിരകിയിട്ട് അതിൽ നിന്ന് ഒരു 2 കപ്പ് രണ്ടാം പാലും 1/4 കപ്പ് കട്ടി തേങ്ങാപ്പാലും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പിലോട്ട് വയ്ക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തത് കറിക്ക് നല്ല കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്യാൻ, കരിഞ്ഞു പോകരുത്. അതുപോലെ വെളിച്ചെണ്ണയൊന്നും ചേർക്കാണ്ടാണ് കേട്ടോ നമ്മളിത് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ അത് പൊടികളൊക്കെ മൂത്ത് നല്ല മണം വരുന്നുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു മൺചട്ടിയിലേക്ക് ഈ ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളി, പച്ചമുളക്, ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മൂപ്പിച്ച് വെച്ച പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി കൈ വെച്ചിട്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കാം. ഉള്ളി, ഇഞ്ചി, പച്ചമുളക് പൊടികളും എല്ലാം കൂടി നന്നായിട്ട് യോജിച്ച് വരണം. ഇനി ഇതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. സ്റ്റൗ ഓണാക്കിയതിന് ശേഷം അടുപ്പിലോട്ട് വയ്ക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചെമ്മീനിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അത് കണക്കാക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ ഇതാ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് തിളപ്പിച്ച് വെച്ച കുടംപുളി ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ അധിക സമയത്ത് തിളപ്പിക്കരുത്, ചെമ്മീൻ ഹാർഡായി പോവും. ചെമ്മീൻ ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ, അതായത് ഒരു 1/4 മുറി തേങ്ങ നന്നായി അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിക്ക് നല്ല കട്ടി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വേവിക്കാം. 5 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അത് ചെമ്മീനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. 1-ാം പാൽ ചേർത്തതിന് ശേഷം അധികം നേരം തിളപ്പിക്കരുത്. ഇനി നമുക്കിതിൽ ഉപ്പും എരിവും പുളിയൊക്കെ പാകമാണോ എന്ന് നോക്കാം. എരിവും പുളിയൊക്കെ പാകമാണ്, ഉപ്പ് കുറച്ച് കുറവാണ് കേട്ടോ. അപ്പോൾ ഞാനിത് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കുറുകിയ ഗ്രേവിയാണ്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞത് മൂപ്പിച്ച് ചേർക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ മീൻകറിയുടെ സ്വാദ് ഒന്നും കൂടിയും കൂടും. അതിനായിട്ടൊരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 6-7 ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഒന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ കരിവേപ്പിലയൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഈ മീൻകറിക്ക്. ഇതെൻ്റെ അമ്മയുടെ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.